ആശാൻ അമ്മയുടെ വാത്സല്യത്തിൻ്റെ മൂർദ്ധഭാവത്തെപ്പറ്റി പറയുന്നത്. ഏതായാലും നമുക്ക് ആ ഗോപുരം അതിലേക്ക് മടങ്ങാം. ആ കൈകളും മാറിടവും എവിടെ നിന്ന് വന്നു എന്നൊന്ന് അന്വേഷിക്കാം. ആ നാടുവാഴി കൊട്ടാരം ഗംഭീരമായിരുന്നു. മതിലുണ്ട്, കോട്ടക്കൊത്തളമുണ്ട് എന്ന് വേണ്ട ഒരരമനയുടെ അന്തസ്സിന് അനുയോജ്യമായി എല്ലാമുണ്ട്. പക്ഷേ ഒരേ ഒരു കുറവ്, തമ്പുരാട്ടിക്കാണ് അതിനകത്ത് ഏറ്റവും വിഷമം. ഒരു ദിവസം ഭർത്താവായ നാടുവാഴി കിടപ്പറയിൽ ചെന്നപ്പോൾ തമ്പുരാട്ടിയുടെ മുഖത്തൊരു വല്ലായ്മ. എന്തു പറ്റി? എന്താണ് ഭവതിയുടെ മുഖത്തൊരു വല്ലായ്മ? നമ്മുടെ സുഹൃത്തിൻ്റെ കൊട്ടാരം സന്ദർശിച്ചതിന് ശേഷമാണല്ലോ ഈ മുഖം മാറ്റം. അവിടെ അരോചകമായി എന്തെങ്കിലും സംഭവിച്ചോ? അരോചകമല്ല, അസഹനീയം. എന്ത്? നമ്മുടെ മഹാറാണിക്ക് അസഹനീയമായി പ്രവർത്തിക്കുന്നതിന് ആരും അവനെ ഞാൻ ആരും അസഹനീയമായി ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടിട്ട് സഹിക്കാനിട്ട് പറഞ്ഞു വരാം. എന്താണെങ്കിലും തുറന്നു പറയൂ. അങ്ങയുടെ സുഹൃത്തിനുള്ളതുപോലെ ഒരു കൊച്ചു കൊട്ടാരം, പക്ഷേ അതിൻ്റെ മുകളിൽ കണ്ടോ എത്ര മനോഹരമായ ഗോപുരം. നമ്മുടെ കോട്ടയ്ക്ക് ഒരു ഗോപുരമുണ്ടോ? അന്തസ്സിനല്ല, കൊട്ടാരത്തിന് മുകളിൽ ഒരു ഗോപുരം വേണമെന്നല്ലേ? ഓഹോ, അത്രയേ ഉള്ളൂ. നാം ഉടൻ തന്നെ അതിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ മന്ത്രിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, വാസ്തുവിദ്യയിൽ ഏറ്റവും വിദഗ്ധരായി നാട്ടിലാരുണ്ട മാത്യനെ ചൊല്ലുക. വാസ്തുവിദ്യയിൽ വിദഗ്ധര് ഉണ്ട്, ഒന്നല്ല 9 പേര് അതിവിദഗ്ധരായ ശില്പികൾ. കോട്ട മതിലും മതിലകത്ത് കൊട്ടാരം പോലെ കൂത്തമ്പലവും അവരുടെ കൈകൾ പണിതത്രേ, അഴകും കരുത്തും കൈകോത്തത്രേ. ഓഹോ, എങ്കിൽ അവരെ തന്നെ വിളിക്ക്. ഒട്ടും താമസിക്കണ്ട, ഉടൻ പണി ആരംഭിക്കണം. തിരുവായ്ക്ക് എതിരായില്ലല്ലോ. മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. 9 പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. ഒരമ്മയുടെ മക്കളാണവർ. ഒന്നല്ല 9 പേര്, അതും ജ്യേഷ്ഠാനുജന്മാർ. അവർക്ക് ഒരേ മനസ്സ്, ഒരേ ലക്ഷ്യം, ഒരേ താളം, ഒരേ ചലനം. ആ 9 പേരും അവരുടെ ഭാര്യമാരും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഇക്കാലത്ത് ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. 9 പോയിട്ട് ഒരമ്മായിയും മരുമകളും മതി. ചില കുടുംബങ്ങളിൽ രാമരാവണ യുദ്ധവും കുരുക്ഷേത്ര യുദ്ധവും ഒന്നിച്ച് നടക്കും. ആ നിലയ്ക്ക് വരെ സമ്മതിക്കണം. അവർ എന്നും ഒരുമിച്ചാണ് കഴിഞ്ഞത്. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കന്നി തിളച്ചിടുന്നു. ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തീമീ തിമിർക്കും. 9 അറകൾ വെവ്വേറെ